recalled. After that, we were supposed to say one ourselves. Then we had to be quiet. Finally, everybody would share what they got or didn't get. This lasted for at least a half hour, and sometimes went as long as an hour. അപ്പൊ ഇത് നമ്മൾ അന്ന് വായിച്ച് നിർത്തി അവിടെ സ്യൂ പറയുന്ന കാര്യങ്ങളാണ്, സ്യൂ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഇത് എനിക്ക് തോന്നുന്നു ഓക്സ്ഫോർഡ് മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരവിടെ ഒരു പ്രാർത്ഥന ചൊല്ലി, പിന്നെ അവരൊരു സ്വന്തമായിട്ട് പ്രാർത്ഥന പറഞ്ഞ്, പിന്നെ കുറച്ചു നേരം നിശബ്ദതയോടുകൂടിയിരുന്നു. അവസാനം എല്ലാവരും കൂടി ചേർന്ന് ഷെയർ ചെയ്ത് അവർക്ക് കിട്ടിയത് ഷെയർ ചെയ്തു. എന്ത് കിട്ടിയില്ല എന്നുള്ള കാര്യം ഇതൊരു അരമണിക്കൂർ നീണ്ടു നിന്നു. ആൻഡ് ചില സമയത്ത് 1 മണിക്കൂർ നീണ്ടു നിന്നു. Young Smitty was aware of the early morning prayers and quiet time, but he didn't attend. I was too busy siphoning gas out of Dad's car, so I could get to high school, he recalled. മറ്റേ മകന്റെ കാര്യം, രാവിലത്തെ പ്രേയറിൽ അദ്ദേഹം അറിഞ്ഞിരുന്നില്ലെങ്കിലും അറ്റൻഡ് ചെയ്തില്ല. കാറിന്റെ കാര്യത്തിൽ തിരക്കായിരുന്നു സ്കൂളിൽ പോകാനൊക്കെ. All of this would take place after breakfast, with which you around took place as early as 6 in the morning, Sue said in her talk with Bill. ഇത് ബില്ലിനോടുള്ള സംഭാഷണത്തിൽ പറയാം. All of this would take place after breakfast. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം സംഭവിക്കും. Which with you around took place as early as 6 in the morning. പുലർച്ചെ 6 മണിക്ക് സംഭവിക്കുന്നു. You had get down there in your bathrobe and scare the daylight out of all of us. You'd sit there draped around on this drip coffee pot, then pour it around for everybody. ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. രാവിലെ അവിടെ ഇരുന്ന് കാപ്പി കുടിച്ച കാര്യങ്ങളും രാവിലത്തെ വെളിച്ചം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ. I was more jittery than Bill said. അപ്പൊ ബില്ലിനോട് പറഞ്ഞപ്പോൾ ബില്ല് പറയാണ്, ഞാൻ വളരെ പേടിയുള്ള ആളായിരുന്നു. Bill said, jittery as hell, ഒരു നരകതുല്യമായിട്ടുള്ള പേടി ഉണ്ടായിരുന്നു. I also remember the bottle on the kitchen shelf, Sue said, to prove temptation wasn't there. അവിടെ ഒരു അടുക്കളയിലെ ഒരു ബോട്ടിൽ ഷെൽഫിലുള്ളതും കണ്ടു. അത് ടെംപ്ടേഷൻ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. Oh yes, I forgot about that, said Bill. I was adamant on having liquor. I said we had to prove that you could live in the presence of liquor. അപ്പോഴാണ് ബില്ലിനത് ഓർമ്മ വരുന്നത്. ഇത് ബോട്ടിലും വെച്ചുകൊണ്ട് കുടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം, അത് പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം. So I got 2 big bottles and put them right on the sideboard, and that drove Anne about wild for a while. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ആനിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നായിരുന്നു. But I don't really remember you coming to the house until Dad went on medical conventions, you said. ഇവർക്ക് ഈ സ്യൂവിന് ഓർമ്മയുണ്ടായില്ല ഇദ്ദേഹം വീട്ടിൽ വന്നത്. അച്ഛൻ, അതായത് ഡോക്ടർ ബോബ് മെഡിക്കൽ കൺവെൻഷന് പോയ കാര്യം. Bill replied, I had already started to live there, and he said one day, well, what about my going down to Atlantic City for this convention? ഈ അവിടെ താമസിക്കാൻ തുടങ്ങിയിരുന്ന സമയത്ത് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഈ അറ്റ്ലാന്റിക് സിറ്റി കൺവെൻഷന് പോയാലോ എന്നുള്ള കാര്യം ചോദിച്ചത് ഓർക്കുന്നുണ്ട്. This would have been the last week in May, when Dr. Bob had been sober about 2 weeks. മെയ് അവസാനമായിരുന്നു. ഡോക്ടർ ബോബ് 2
ആഴ്ചയായിട്ട് കുടിച്ചിരുന്നില്ല. അപ്പോഴാണ് ഈ കൺവെൻഷന് പോകേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. The American Medical Association convention began the first week of June and he hadn't missed one in 20 years. 20 കൊല്ലമായി അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ്. അത് ജൂൺ ആദ്യത്തെ ആഴ്ച തുടങ്ങി. Oh no, said Annie when Dr. Bob brought up the idea. ആനിക്ക് അതിൽ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഈ കൺവെൻഷന് പോണതിൽ. For all her faith, she evidently had a practical side and some instinctive knowledge about alcoholic thinking. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അനുഭവത്തിൽ നിന്നും ഒരു മദ്യാസക്തന്റെ ചിന്തയെക്കുറിച്ച് ഒരു അനുഭവം അറിയുമായിരുന്നു. ബിൽ, however, was more agreeable to the idea. എന്നിരുന്നാലും ബില്ല് അദ്ദേഹം പോകുന്നതിനെ കുറിച്ച് അനുകൂലമായിട്ടായിരുന്നു പറഞ്ഞത്. To him, attending a convention was evidently like keeping liquor on the sideboard. നേരത്തെ പറഞ്ഞ മദ്യം ഉള്ള സ്ഥലങ്ങളിൽ കുടിക്കാതിരിക്കുക എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു ബില്ലിനുണ്ട്. He felt alcoholics had He felt alcoholics had to live in the real world with all its temptations and pitfalls. അപ്പൊ അത് ഇതുകൊണ്ടായിരുന്നു, അതായത് മദ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കേണ്ട കാര്യമുണ്ട് മദ്യാസക്തർക്ക്. ഒരു ഒരു റിയൽ വേൾഡ്, അതായത് പുറത്ത് മദ്യമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ അറിയണം. Annie didn't want to go along with it, but she finally gave in. ആനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവസാനം അവർ എന്തോ ആവട്ടെ എന്നുള്ള രീതിയിൽ സമ്മതിച്ചു. Dr. Bob, who later recalled he had developed a thirst for scotch as well as for knowledge, began drinking everything he could get as soon as he boarded the train to Atlantic City. Dr. Bob ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ കുടിക്കാൻ തുടങ്ങി. അറ്റ്ലാന്റിക് സിറ്റിക്ക് പോകുമ്പോൾ ട്രെയിനിൽ കയറിയ സമയത്ത് തന്നെ കുടിക്കാൻ തുടങ്ങി. On his arrival, he bought several quarts on his way to the hotel. അവിടെ എത്തിയപ്പോഴും ഒരുപാട് മദ്യം ക്വാർട്ടർ ബോട്ടിൽ വാങ്ങിച്ചു വെച്ചു. That was Sunday night. He stayed sober on Monday until after dinner, when he drank all I dared in the bar and then went to my room to finish the job. ഇത് സംഭവിച്ചത് ഞായറാഴ്ച രാത്രി. He stayed sober on Monday. തിങ്കളാഴ്ച മദ്യപിച്ചില്ല, രാത്രി ഭക്ഷണം വരെ. പിന്നെ മദ്യപിച്ചു, പിന്നെ റൂമിൽ പോയി. On Tuesday, Bob started drinking in the morning and as well as on his way by noon. പിന്നീട് തുടർച്ചയായിട്ടുള്ള മദ്യപാനമായി, ഉച്ചവരെയുള്ള മദ്യപാനം. I did not want to disgrace myself, he said, so I then checked out. വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയെക്കുറിച്ച് പറയാണ്. He headed for the train depot, buying more liquor en route. പിന്നെ തുടർച്ചയായിട്ടുള്ള മദ്യപാനം. ട്രെയിൻ കയറാൻ പോകുമ്പോൾ പിന്നെയും മദ്യം വാങ്ങിച്ചു. He remembered only that he had to wait a long time for the train. ആ ഒരു കാര്യം ഓർമ്മയുണ്ടായിരുന്നു, കുറച്ചു നേരം ട്രെയിനിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. Next thing he knew, he was coming out of it in the Cuyahoga Falls, home of his office nurse and her husband. പിന്നെ വേറൊരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ വന്നത്, അവരുടെ ഓഫീസ് നേഴ്സും ഭർത്താവുള്ള സ്ഥലത്ത്. The blackout was certainly more than 24 hours. കടന്ന് 24 മണിക്കൂർ എന്താ സംഭവിച്ചെന്നുള്ളത് ഒരു വിവരം ഉണ്ടായിരുന്നു. ബ്ലാക്ക്ഔട്ട് ആയിപ്പോയി. Because Bill and Annie had waited for 5 days from the time Bob left before they heard from the nurse. 5 ദിവസമായി ബില്ലും ആനിയും കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 5 ദിവസമായിട്ട് ഈ നഴ്സ് പറയുന്നത് വരെ. She, in response to Bob's call, had picked him up
that morning at the Akron railroad station in what was described as some confusion and disarray. അവര് ബോബ് വിളിച്ചതിൻ്റെ ഒരു ഇതായിട്ട് അദ്ദേഹത്തെ ആക്രോൺ റെയിൽബോർഡ് സ്റ്റേഷനിൽ വെച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയിരുന്നു. ഒരു കൺഫ്യൂഷനും ഒരു ശരിയല്ലായ്മയും ഉണ്ടായിരുന്നു. ബോബ് വാസ് നോട്ട് ഫുള്ളി അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ്. ബോബിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിഞ്ഞിരുന്നില്ല. ബിൽ കെയിം ഓവർ ആൻഡ് ഗോട്ട് മീ ഹോം ആൻഡ് ഗേവ് മീ എ hooker or two of scotch that night and a bottle of beer next morning. ബില്ല് അവിടെ എത്തി കുറച്ച് മദ്യം കൊടുത്തു അദ്ദേഹത്തിന്. He recalled. അത് ബോബ് ഓർക്കാണ്. As Bill and Sue remembered, however, there was a 3-day sobering up period after what was incidentally Dr. Bob's last AMA convention. അപ്പോൾ ബില്ലും സ്യൂവും അതൊന്ന് ഓർക്കാണ്. there was 3-day sobering, 3 ദിവസത്തെ സുബോധാവസ്ഥ. up period after what was incidentally Dr. Bob's last AMA convention. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് AMA കൺവെൻഷന്റെ മുമ്പായിട്ടുള്ള. Do you remember your mother and me going over to the home of his office nurse early in the morning to pick him up? ആ നഴ്സിന്റെ വീട്ടിലേക്ക് നമ്മൾ പോയത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ബിൽ ആസ്ക്ഡ് സ്യൂ. ബില്ല് സ്യൂവിനോട് ചോദിക്കാം. We brought him home and he went to bed. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്നതും അദ്ദേഹം പോയി കിടന്നു. I stayed with him up in that corner room. ഞാൻ അദ്ദേഹത്തിനോട് ആ കോർണർ റൂമിൽ അദ്ദേഹത്തിനോട് താമസിച്ചു. Where there were 2 beds. അവിടെ 2 ബെഡ് ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചു. I know he was in too good shape. എനിക്ക് അറിയാമായിരുന്നു അദ്ദേഹം നല്ലൊരു അവസ്ഥയിലായിരുന്നില്ല. Sue പറഞ്ഞു. Then he dishes of tomatoes and caro syrup. Then the dishes of tomatoes and caro syrup came out. പിന്നീടാണ് ഈ ടൊമാറ്റോസിന്റെ ഡിഷും കാരോ സിറപ്പും വന്നത്. That was for the operation, Bill explained. അദ്ദേഹത്തിന്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു. Upon Dr. Bob's return, they had discovered that he was due to perform surgery 3 days later. അദ്ദേഹത്തിന് ഒരു സർജറി 3 ദിവസം കഴിഞ്ഞ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഇവർ മനസ്സിലാക്കി. It was a worrisome thing because if he was too drunk, he couldn't do it, and he was too sober, he would be too jittery. കുടിക്കാനും പറ്റില്ല, കുടിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥ. അതായിരുന്നു അവരുടെ പേടി. കുടിക്കാതിരുന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, കുടിച്ചാലും ചെയ്യാൻ പറ്റില്ല. So we had to load him up with his combination of tomato juice and sauerkraut and caro corn syrup. അപ്പോൾ അദ്ദേഹത്തിന് ഈ ടൊമാറ്റോയുടെ ജ്യൂസ് കൊടുത്തു. പിന്നെ ഒരു sauerkraut and caro corn syrup. അദ്ദേഹത്തിന് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊരു ഡ്രിങ്ക് കൊടുത്തതാണ്. The idea was to supply him with vitamins from the tomatoes and sauerkraut and energy from the corn syrup. അദ്ദേഹത്തിനൊരു ശക്തി കിട്ടാൻ വേണ്ടി ഇതൊക്കെ കൊടുത്തു. That was the theory we had. We also gave him some beer to steady his nerves. കുറച്ച് ബിയറും കൊടുത്തു. അദ്ദേഹത്തിന്റെ ഞരമ്പുകൾക്കൊരു സ്റ്റഡി ആവാൻ വേണ്ടി കുറച്ച് ബിയറും കൊടുത്തു. As Bill described it on another occasion, this typical tapering off process took 3 days. വേറൊരു സന്ദർഭത്തിൽ ബില്ല് പറഞ്ഞു, ഈ ഒരു പ്രത്യേകതരം ഈ ടേപ്പറിങ്, അതായത് ചുരുക്കിക്കൊണ്ടുവരുന്ന, പതിയെ കുറച്ചുകൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് 3 ദിവസം എടുത്തു. There wasn't much sleep for anybody, but Bob cooperated. ആർക്കും വലിയ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബോബ്
കോഓപ്പറേറ്റ് ചെയ്തു. At 4 o'clock on the morning of the operation, he turned, looked at me, and said, I am going through with this. Bill recalled. രാവിലെ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, ഞാനിത് ചെയ്യും എന്ന് ബോബ് പറഞ്ഞത് ബിൽ ഓർക്കുന്നുണ്ട്. യു മീൻ യു ആർ ഗോയിങ് ത്രൂ വിത്ത് ദി ഓപ്പറേഷൻ? നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യും എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു. I have placed both operation and myself in God's hands. I am going to do what it takes to get sober and stay that way. ഞാൻ ബോബ് പറയുന്ന കാര്യമാണത്. ഇനി ഓപ്പറേഷനും എന്നെയും ദൈവത്തിൻ്റെ കൈക്കൽ സറണ്ടർ വെച്ചു കൊടുക്കുകയാണ്. ഐ എം ഗോയിങ് ടു ഡു വാട്ട് ഇറ്റ് ടേക്സ്. ഞാൻ എന്താണോ വേണ്ടത് ചെയ്യും. എനിക്ക് സോബറായിരിക്കാൻ എന്താണോ വേണ്ടത് ചെയ്യും. അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. At 9 o'clock, he shook miserably as we helped him into his clothes. അദ്ദേഹത്തിന് ഡ്രസ് ഇടാനായിട്ട് അദ്ദേഹം കഷ്ടപ്പെടുമ്പോൾ ഇവർ സഹായിച്ചു. ബിൽ സെഡ്, we were panic stricken. വളരെ പേടിയായിരുന്നു. Could he ever do it? അദ്ദേഹത്തിന് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമായിരുന്നു. Were he too tight or too shaky? It would make little difference. അദ്ദേഹം വളരെ ഒരു ഷേക്കി ആയിട്ടോ അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടോ എന്ത് തന്നെയായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. He misguided scalpel might take the life of his patient. His misguided scalpel might take the life of his patient. അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ ആ പേഷ്യന്റ് മരണപ്പെട്ടു പോകും. On the way to City Hospital on the east side of town, Dr. Bob held out his hand from time to time to see whether the shakes had subsided. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത്, സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ ബോബ് അദ്ദേഹത്തിന്റെ കൈ നിവൃത്തി പിടിച്ച് നോക്കി ഇടയ്ക്കിടയ്ക്ക് വിറയൽ നിന്നുവോ എന്നുള്ളത് അറിയാം. Just before they stopped, Bill, who also had his practical side, gave him a bottle of beer. അവിടെ എത്തിയതും അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഈ വിറയൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബിയർ കൊടുത്തു. Bill and Annie went back to the house to wait. ബില്ലും ആനിയും വീട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ കാത്തിരിക്കാനായിട്ട്. After many hours, Bob phoned to tell them that the operation had been successful. കുറേ നേരത്തിന് ശേഷം ബോബ് ഫോണിൽ സംസാരിച്ചു പറഞ്ഞു ഓപ്പറേഷൻ വിജയകരമായി തീർന്നുവെന്ന്. Still, he didn't return right after the call. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നില്ല. വിളിച്ച ശേഷം തിരിച്ചു വന്നില്ല. Had he gone out to celebrate, Annie and Bill had no idea. They could only wait. ഇനിയിപ്പോൾ അത് ആഘോഷിക്കാനായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ ആനിയും ബില്ലും ഒരു ഐഡിയ ഉണ്ടായില്ല. അവര് വെയിറ്റ് ചെയ്തു. ഇദ്ദേഹത്തിന് തിരിച്ചു വരവാനായിട്ട് അവർ വെയിറ്റ് ചെയ്തു. ഫൈനലി ഡോക്ടർ ബോബ് കെയിം ഹോം. അവസാനം ഡോക്ടർ ബോബ് വീട്ടിലെത്തി. He had spent the hours after the operation making restitution to friends and acquaintances in Akron. അദ്ദേഹം അവിടുന്ന് നേരെ പോയത് ആക്രോണിലുള്ള അദ്ദേഹത്തിന്റെ അറിയാവുന്ന ആളുകളോടെല്ലാം ഒരു മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. The bottle of beer Bill gave him that morning was the last drink he ever had. ആ ഒരു കുപ്പി ബിയർ കൊടുത്തതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ കുടി. Although arguments have been and will be made for other significant occasions in AA history. എയുടെ ചരിത്രത്തിൽ പല തർക്കങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും it is generally agreed that Alcoholics Anonymous began there in Akron on that date, June 10, 1935. സാധാരണഗതിയിൽ അത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അത് എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ്.
ആൽക്കഹോളിക്സ് അനോണിമസ് അക്കറോണില് അന്നാണ് ജൂൺ 10 1935 അന്നാണ് അത് തുടങ്ങിയത് എന്നുള്ളത്. അതോടുകൂടി ആ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ എ നമ്പർ 3 അറൈവ്സ്. മൂന്നാമത്തെ ഒരാൾ എത്തുന്നു. With the last drink under his belt and the idea of service in his heart, Dr. Bob was eager to join Bill in finding another. അപ്പോൾ അതൊരു അവസാനത്തെ കൂടിയായിരുന്നു. ഐഡിയ ഓഫ് സർവീസ് ഇൻ ഹിസ് ഹാർട്ട്, സേവനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഡോക്ടർ ബോബ് ബില്ലുമായിട്ട് ചേർന്ന് വേറൊരു മദ്യവനെ കണ്ട് അത് നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടങ്ങി. While Bill's release from the desire to drink had been immediate, ബില്ലിന്റെ കുടിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നുള്ളൊരു ഒരു മോചനം വളരെ പെട്ടെന്നായിരുന്നു. ഡോക്ടർ ബോബ് വാസ് നോട്ട്. പക്ഷെ ഡോക്ടർ ബോബ് അങ്ങനെ ആയിരുന്നില്ല. By his own account, the craving was almost always with him during his first 2.5 years of sobriety. 2.5 കൊല്ലം അദ്ദേഹം സുബോധവാനായിരിക്കുമ്പോഴും ക്രേവിംഗ് ഓൾമോസ്റ്റ് ഓൾവേസ് വിത്ത് ഹിം, എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. Although he added, at no time have I been anywhere near yielding. പക്ഷെ അദ്ദേഹം അതിൽ കീഴ്പ്പെട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും അതിന് കീഴ്പ്പെട്ടില്ല. One often hears that Dr. Bob never did get over the urge to drink. ഡോക്ടർ ബോബിന് ഒരിക്കലും കുടിക്കാനുള്ളൊരു ആഗ്രഹത്തെ മറികടക്കാനായിട്ട് സാധിച്ചില്ല. But his later reactions to thoughts of drinking indicated that the urge was neither constant nor violent. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഈ കുടിക്കാനുള്ള തോന്നല് തുടർച്ചയായിട്ടുണ്ടായിരുന്നില്ല, വളരെ ഒരു പൊട്ടിത്തെറി പോലെയൊന്നും ഉണ്ടായില്ല. In 1948, he admitted that I still think a double scotch would taste awfully good. 1948 അദ്ദേഹം തുറന്നു സമ്മതിച്ചു, ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഒരു ഡബിൾ സ്കോച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ട് ഐ ഹാവ് നോ ലെജിറ്റിമേറ്റ് റീസൺ ടു ബിലീവ് ദാറ്റ് ദ റിസൾട്ട്സ് വുഡ് ബി എനി ഡിഫറെന്റ്. ഹി സെഡ്, എനിക്ക് അർഹിക്കുന്ന ഒരു കാരണവുമില്ല, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്നും മാറ്റം ഉണ്ടാകും എന്ന് എനിക്ക് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ട്, അതായത് ഒരു അർത്ഥപൂർവമായുള്ളൊരു കാരണം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. When such an idea did occur, he took it as a sign that he hadn't been paying enough attention to the men in the ward of St. Thomas. അങ്ങനെയുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കി. അദ്ദേഹം സെന്റ് തോമസ് ഹോസ്പിറ്റൽ വാർഡിലുള്ളവരെ വേണ്ട രീതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം. This confirms Bill's theory that his partner was so eager to help others because he found it the best way to stay sober. അപ്പോഴാണ് ഇത് ബില്ലിന്റെ തിയറി കൺഫേം ആയത്. അദ്ദേഹത്തിന്റെ പാർട്ട്ണറിന് മറ്റുള്ളവരെ സഹായിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സോബറായിരിക്കാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. Dr. Bob held on to this theory and developed it into the deep conviction shown in his last talk, saying that the 12 steps, when simmered down, resolved themselves into the words love and service. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ടോക്കിൽ അദ്ദേഹം പറയുന്നത്, ഡോക്ടർ ബോബ് ഇത് ഒരു കാര്യം കണ്ടുപിടിച്ചു, പിന്നെ അത് ഡെവലപ്പ് ചെയ്തു, ഒരു ഡീപ്പ് കൺവിക്ഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. എന്താണ്? saying that 12 steps, the 12 steps when simmered down, 12 പടികളെ ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ അതെല്ലാം കൂടി കാണുന്നത് എന്താണ്? ലവ് ആൻഡ് സർവീസ് എന്നുള്ളതാണ്. സിമ്മേഡ് ഡൗൺ ടു ദ എസൻസ്, അത് വളരെ അതിന്റെ അന്തസ്സത്തായിരുന്നു. നത്തിങ് മോർ വാസ് മെൻഷൻഡ് അബൌട്ട് ദ ടെറിഫിക് റേക്ക് and drunk they had been working on before
Bob went to Atlantic City. Nothing more was mentioned about the terrific rake and drunk. അതിനെക്കുറിച്ച് വീണ്ടും ഒന്നും പറഞ്ഞിരുന്നില്ല. അവര് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഓൺ ബിഫോർ ബോബ് അറ്റ്ലാന്റിക് സിറ്റിക്ക് പോകുന്നതിന് മുമ്പ്. However, the minister J.C. Wright sent Bill and Dr. Bob another prospect who, if not terrific rake, was a terrific drunk. ഒരു കടുത്തമായി മദ്യപിക്കുന്ന ഒരാളെ JC റൈറ്റ് അയച്ചിരുന്നു ബില്ലിനോടും ബോബിനോടും. ഒരു വേറൊരു മദ്യപിക്കുന്ന ആളെ അയച്ചു. This was Eddie R. who lived down the block. ഇത് എഡി ആർ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ ജീവിച്ചിരുന്ന, ബ്ലോക്കിന്റെ അവിടെ ജീവിച്ചിരുന്നു. Eddie had them enthusiastic 1 minute and despairing the text. Eddie had them enthusiastic 1 minute and despairing the next. വളരെ ഉന്മേഷവാനായിരുന്നു, പക്ഷെ അടുത്ത നിമിഷം തന്നെ വളരെ ഡെസ്പയറായി, വളരെ മനപ്രയാസത്തിലായി. They worked with him throughout the summer of 1935. അവര് 1935 വേനൽക്കാലം മുഴുവൻ അയാളുമായിട്ട് പ്രവർത്തിച്ചു. From the stories told of him, Eddie could have kept an army sober. He was probably just what they needed. From the stories told of him, അയാളുടെ കഥകളിൽ നിന്നും പറയുന്നത് എഡി could have kept an army sober. അദ്ദേഹത്തിന് ഒരു ആർമിയെ സോബറാക്കാൻ പറ്റുമായിരുന്നു. He was probably just what they needed. അദ്ദേഹം എന്താണ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് അത് എക്സാക്ട്ലി അതായിരുന്നു. Bill and Dr. Bob learned a great deal about the do's and don'ts of 12-step work in trying to sober up Eddie. എഡീനെ മോചിതനാക്കാൻ സഹായിക്കുമ്പോൾ അവര് ബോബും ബില്ലും പഠിക്കുകയായിരുന്നു വളരെ കാര്യങ്ങൾ, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്, 12-ാം പടി പ്രവർത്തനത്തിൽ എന്തെല്ലാം ചെയ്യരുത് എന്നുള്ളത്. Eddie, whom Bill described at the time as being able to produce a major crisis of some sort about every other day. അപ്പൊ എഡിയെ കുറിച്ച് പറയാണ്, ബില്ല് പറയാണ്, ഏബിൾ ടു പ്രൊഡ്യൂസ് എ മേജർ ക്രൈസിസ്, ഒരു വലിയ ദുരന്തം, എന്തോ ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നുണ്ട്. In his letters to Louis, Bill and Eddie, in his letters to Louis, Bill said Eddie was an alcoholic atheist. ലൂയിക്ക് എഴുതിയ കത്തിൽ ബില്ല് പറയാണ് എഡി ഒരു മദ്യാസക്തനാണ്, ഒരു ദൈവവിശ്വാസി അല്ലാത്തവനാണ്. ആൻഡ് ഹിസ് റിക്കവറി വാസ് ബൗണ്ട് ടു ക്രിയേറ്റ് എ ഗ്രേറ്റ് സെൻസേഷൻ. അദ്ദേഹത്തിന്റെ മോചനം ഒരു വലിയ സെൻസേഷൻ ഉണ്ടാക്കും എന്നുള്ളത്. ബോബ് സ്മിത്ത് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു വർക്ക് ഓൺ ദിസ് ചാപ്റ്റർ എ വീക്ക് എഗോ. ഡോക്ടർ ബോബും ഞാനും, ബോബ് സ്മിത്ത് ഞാനും ഇദ്ദേഹത്തിന്റെ പുറത്ത് പ്രവർത്തനം ഒരു കഴിഞ്ഞ ബുധനാഴ്ച അല്ല ഒരാഴ്ച മുമ്പ് പ്രവർത്തനം തുടങ്ങി. A week ago, Wednesday, got him sober. ബുധനാഴ്ച അദ്ദേഹത്തെ സോബറാക്കി. He and his wife made a surrender. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും ഒന്ന് സറണ്ടർ ചെയ്തു. He began witnessing to his creditors and was changing very rapidly. അദ്ദേഹത്തിന് ഇവരോട്, ഈ പ്രവർത്തിച്ചവരോട് വ്യത്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ. സൺഡേ കെയിം, ബിൽ റോട്ട്. ഇതെല്ലാം കത്തിലാണ് പറയുന്നത്. ഞായറാഴ്ച വന്നു, ബില്ല് എഴുതി, കത്തിലെഴുതി. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി ഏറ്റ് ഹെവിലി. ആദ്യമായിട്ട് അദ്ദേഹം നല്ലോണം ഭക്ഷണം കഴിച്ചു. യു റിമെമ്പർ ഹൗ നെർവസ് ആൻഡ് ഡിപ്രസ്ഡ് ഇറ്റ് യൂസ് ടു ബി, make me when I sobered up and ate heavy food.
ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എത്ര വളരെ ബുദ്ധിമുട്ടിയാണ്, നെർവസ് ആയിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും ഞാൻ സോബറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉള്ള കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ടിയത്. ഇൻ ഹിസ് കേസ് ദ റിസൾട്ട് വാസ് ആക്ച്വൽ ടെമ്പററി ഡിപ്രസീവ് മാനിയ. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ കേസിൽ, അതായത് എഡിയുടെ കേസിൽ ഇത് ഒരു താൽക്കാലികമായ ഒരു മാനസിക വിഭ്രാന്തിയാണ്. ആൻഡ് ഹി റഷ്ഡ് എവേ ടു കമ്മിറ്റ് സൂസൈഡ്. ആ സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി, വിച്ച് ഹി ഹാഡ് അറ്റംപ്റ്റഡ് ബിഫോർ ബീങ് പംപ് ഔട്ട് ജസ്റ്റ് ഇൻ ടൈം. നേരത്തെയും അദ്ദേഹം ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. ഓൺ ദിസ് ഒക്കേഷൻ എഡി ഹെഡഡ് ഫോർ ദി ക്ലീവ്ലൻഡ് ഡോഗ്സ്. ഈ സമയത്ത് അദ്ദേഹം ക്ലീവ്ലൻഡ് ഡോഗ്സിലേക്കാണ് പോയത്. ബട്ട് ബിഫോർ ജമ്പിങ്, ടേക്കിംഗ് എ പ്രിക്കോഷൻ not uncommon with alcoholics, he called the Smiths and informed them of his plans to end it all. പക്ഷെ ഒരു മദ്യാസക്തന്റെ ഒരു സ്വഭാവം, അത് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്മിത്സിനെ വിളിച്ച് ഇതെല്ലാം അവസാനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. ബിൽ ടോൾഡ് ഹിം ടു വെയിറ്റ് അൺടിൽ ദേ ഹാഡ് എ ചാൻസ് ടു ടോക്ക്. ബില്ല് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. Then he and Bob tore over to Cleveland in the middle of the night. പിന്നീട് ബോബും ബില്ലും കൂടി ക്ലീവ്ലൻഡിലേക്ക് രാത്രിയായിട്ട് പോയി. Got him here and to the hospital and commenced to give him the town's hospital treatment. അദ്ദേഹത്തെ പിടികൂടി പിന്നെ ടൗൺസ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങി ഇവര് രണ്ടുപേരും. That plus more oxidizing has been magical, Bill wrote Louis. That plus more oxidizing has been magical. അതും ഈ ഓക്സിഡൈസിങ് രണ്ടും കൂടി ഒരു വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ബിൽ റോട്ട് ലൂയിസ്, ബിൽ കത്തിലെഴുതി. ആൻഡ് ഈസ് ക്രിയേറ്റിംഗ് എ ഗ്രേറ്റ് സ്റ്റിർ ഇൻ ദ സിറ്റി ഹോസ്പിറ്റൽ. ഒരു വലിയൊരു ഇളക്കം സംഭവിക്കുകയാണ് City Hospital, where the doctors are all agog, being unable to do anything these cases. ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം എന്നറിയാതെ, ഇതുപോലുള്ള കേസുകൾ എന്ത് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ട്. ഓക്സിഡൈസിങ് വാസ് പ്രോബബ്ലി ഷോർട്ട് ഓഫ് ഓക്സ്ഫോർഡൈസിങ്. ഓക്സിഡൈസിങ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്, അത് ഓക്സ്ഫോർഡൈസിങ് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമായിട്ട് പറയുന്നത്. ബട്ട് ഡീറ്റെയിൽസ് ഓൺ ദി town's treatment are lacking at present. ഇപ്പോ എന്താണ് അവിടെ നടക്കുന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കിട്ടാനില്ല. ബിൽസ് ഫൈനൽ ഡ്രങ്ക് ഹാഡ് സെൻഡ് ഹിം ടു ടൗൺ ഹോസ്പിറ്റൽ ഇൻ ന്യൂയോർക്ക് സിറ്റി. ബില്ലിന്റെ അവസാനത്തെ കുടി അദ്ദേഹത്തെ ടൗൺസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. മീൻവൈൽ ബിൽ കണ്ടിന്യൂഡ്. അത് നേരത്തെ ബില്ലിന്റെ കാര്യമാണ് പറയുന്നത്, അത് ബ്രാക്കറ്റിലാണ്. Meanwhile, Bill continued. The effect on the group. പിന്നെയും ബില്ല് തുടർന്ന് എഴുതി. Meanwhile, Bill continued. The effect on the group is electric. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ സംഭവം ഒരു വല്ലാത്തൊരു ഇലക്ട്രിക് ആയിരുന്നു. ഡിഫറൻസസ് ആർ ബീങ് ഫർഗോട്ടൺ ഇൻ ദിസ് ന്യൂ ഓർഡർ. അവിടെ വേർപാടുകൾ മറന്നു. Both he and his wife were profoundly changed and are sure to create a great stir in the Akron. അദ്ദേഹത്തിന്റെ വൈഫിനും ഉണ്ടായ മാറ്റങ്ങൾ ഉറപ്പായിട്ടും അക്രോണിലൊരു മാറ്റം ഉണ്ടാക്കും എന്നത്. A few days later, the new wonder was drunk again. പക്ഷെ എന്നിരുന്നാലും ഈ പുതിയ ഒരു അത്ഭുതം പിന്നെയും കുടിച്ചു. Eventually causing Bill to describe Eddie's situation as sometimes so desperate that we have been at the point of putting him in the asylum. വളരെ മോശമായി, അദ്ദേഹത്തെ ഒരു അസൈലത്തിൽ പിടിച്ചിടാനായിട്ട് ഇവർ തോന്നി എന്നാണ് പറഞ്ഞു. The letter to Louis was followed by one mentioning ഈ ലെറ്റർ ഒരു കത്തും കൂടിയായിരുന്നു.
Another brief but stormy affair with the R. Eddie and his wife. വേറൊരു ഒരു ചുരുക്കി എഴുതിയ ഒരു കഥ എഡിയുടെ വൈഫും എഡിയും which resulted in a fruitful explosion which kept us busy from Saturday afternoon until last night. ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അത് ശനിയാഴ്ച ഉച്ചയിൽ നിന്ന് ഇന്നലെ വരെ ഞങ്ങളെ വളരെ ബിസിയാക്കി വെച്ചു. ബട്ട് ദ സ്മോക്ക് ഹാസ് ക്ലിയർഡ് അവേ. എന്നിരുന്നാലും പുക മാറി കിട്ടി. ആൻഡ് ഓൾ ഈസ് വെരി റോസി നൗ. ഇപ്പൊ സംഗതികളൊക്കെ നല്ല നല്ല രീതിയിലാണ് കാണപ്പെടുന്നത്. Now that he's over and the great possible bump. Now that he's over the greatest possible bump. I'm sure they're all in the clear, Bill said. എല്ലാം വളരെ ക്ലിയർ ആയി എന്ന് ബില്ല് പറഞ്ഞു. Young Smithy, who noted that Bill and his father were determined to make a convert out of somebody at that time. അപ്പോഴാണ് സ്മിത്തി ഒരു കാര്യം നോട്ട് ചെയ്തത്. ബില്ലും ബോബും അവർ വളരെ ഡിറ്റർമിൻഡ് ആയിരുന്നു. അതായത് അവർ വളരെ ശക്തമായിട്ട് തന്നെ ഒരാളെ മാറ്റാനായിട്ട് അവർ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. At that time, record that our co-founders would lock Eddie up in a second floor room and of his house in an effort to keep him sober. അപ്പോൾ അതിൽ ഈ അവരുടെ വളരെ ശക്തമായിട്ട് അവർ മാറ്റാനായിട്ട് ചെയ്തത് ഈ എഡീനെ ഒരു മുകളിലെ റൂമിലിട്ട് പൂട്ടുമായി. One time, Eddie slid down the drain spout and was heading merrily up the street. ഒരു പ്രാവശ്യം എഡി അവിടുന്ന് സ്ലിഡ് ഡൗൺ ദിസ് ഡ്രെയിൻ സ്പ്രൗട്ട്, ഈ പൈപ്പിലൂടെ ഇറങ്ങി അദ്ദേഹം സ്ട്രീറ്റിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഡാഡ് ആൻഡ് ബിൽ hot after him, dad in his car and Bill running him down on foot. ഇവര് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ബോബ് കാറിലും ബില്ല് പിന്നാലെ ഓടിപ്പോയി. സ്മിത്തി said, just before Bill gave out, Eddie did. Just before Bill gave out, Eddie did too, and Bill cornered him and took him back to the house. അദ്ദേഹത്തെ പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചും കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. ബില്ല് വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. Shortly after Eddie lost his house and he and his wife came to live with us. അതിനുശേഷം എഡിക്ക് അദ്ദേഹത്തിന്റെ വീട് നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഞങ്ങളുടെ കൂടെ താമസിച്ചു. Sue remembered the couple's arrival quite vividly. അപ്പൊ സ്യൂവിന് ഓർമ്മ വരുന്നുണ്ട് ഈ എഡിയുടെ വൈഫും വീട്ടിലെത്തുന്നു. because they got her room. Because they got her room, she would come down in the morning and she had been all messed up, she recalled during a talk with Bill. ഇവര് വന്നത് ഓർക്കുന്നുണ്ട് സ്യൂ. അവർക്കൊരു റൂം കൊടുത്ത കാര്യം ഓർക്കുന്നുണ്ട്. രാവിലെ വരുമ്പോ അവിടെ എല്ലാം അവിടുത്തെ കാര്യങ്ങളൊക്കെ മെസ്സപ്പായിട്ടുണ്ടാവും, എല്ലാം വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അത് ഓർക്കണം ബില്ലുമായിട്ടുള്ള ഒരു സംഭാഷണ സമയത്ത്. He beat her up, Bill said. I forgot about that. He was very nice to her in front of people. But when he had get her alone, he had beat her up and choke her.
അപ്പോൾ ഇത് ഓർക്കാണ്, ഈ സ്യൂ ഓർക്കാണ് ഈ ഈ എഡി ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു, അത് മറന്നിരുന്നു. അപ്പൊ അത് അദ്ദേഹം ആളുകളുടെ മുമ്പിൽ ഈ വൈഫിനോട് വളരെ നല്ല സ്വഭാവം കാണിച്ചിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഇതേപോലെ മർദ്ദിക്കുമായിരുന്നു, ദേഹോപദ്രവം ചെയ്യുമായിരുന്നു. This might have had something to do with the frightful explosion mentioned by Bill. ഇതായിരുന്നു ഒരു പേടിയുടെ പൊട്ടിത്തെറി എന്ന് പറയും ബില്ല് പറയുന്നത്. Evidently it happened because Eddie's wife had, in the Oxford group tradition, openly confessed to and made amends for an indiscretion of which Eddie didn't approve. അപ്പോൾ ഇത് എന്താണെന്ന് എവിഡൻ്റ്ലി ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഇത് ഇങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എഡിയുടെ വൈഫ് ഹാഡ് ഇൻ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ട്രഡീഷനിൽ അവർ ഓപ്പണായിട്ട് കൺഫസ് ചെയ്തു, ഓപ്പണായിട്ട് ഏറ്റു പറഞ്ഞു. ആൻഡ് മെയ്ഡ് അമെൻഡ്സ് ഫോർ ആൻ ഇൻഡിസ്ക്രിഷൻ ഓഫ് വിച്ച് എഡി ഡിഡ് നോട്ട് അപ്രൂവ്. എഡി അപ്രൂവ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യത്തിൽ അവർ ചെയ്തു. സോ the limitation in A is 9th step, except when to do so would injure them or others. Didn't get in by mistake. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. അതുകൊണ്ടാണ് ഏഴിൽ 9ാം പടി എക്സെപ്റ്റ് വെൻ ടു ഡൂ സോ, അത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഹാനികരമാക്കുകയാണെങ്കിൽ അത് ചെയ്യരുത്. അപ്പോൾ അത് ഒരു കറക്റ്റായിട്ട് തന്നെയാണ് 9th സ്റ്റെപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ഒരു മിസ്റ്റേക്ക് ആയിട്ടല്ല. സ്മിറ്റി ഡിസ്ക്രൈബ്ഡ് എഡി ആസ് എ ബോർഡർലൈൻ മെന്റൽ കേസ് ആൻഡ് ഡിപ്രസീവ്. ഒരു മാനസിക രോഗി, ബോർഡർലൈനിലെ ഒരു മാനസിക രോഗിയായിട്ട് തന്നെയാണ് സ്മിറ്റി പറയുന്നത്. ആസ് വെൽ ആസ് എ കൺഫേംഡ് ആൽക്കഹോളിക്, മാത്രമല്ല ഒരു ഉറപ്പിച്ച മദ്യാസക്തൻ. ഫോക്സ് വുഡ് ഫീഡ് ഹിം ബേക്കിംഗ് സോഡ വിച്ച് വുഡ് റെസ്റ്റോർ ഹിസ് സാനിറ്റി ടെമ്പററിലി. ബേക്കിംഗ് സോഡ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മപ്പ് കുറയും. ആൻഡ് as soon as he got a meal in him, he had got off his rocker again. They also tried sauerkraut, but that upset his ulcers. പല കാര്യങ്ങളും ട്രൈ ചെയ്തു. ഈ സോർ ക്രോട്ട്, നേരത്തെ ബോബ് കഴിച്ചിരുന്ന സാധനം, പക്ഷെ അത് ഒന്നും ശരിക്കും പ്രവർത്തിച്ചില്ല, അദ്ദേഹത്തിന് അൾസർ ഉണ്ടായിരുന്നു. ദി ഫേവറേറ്റ് സ്റ്റോറി അബൌട്ട് എഡി, വൺ ആനി ലവ്ഡ് ടു ടെൽ. ഒരു ആനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി എഡിയെ കുറിച്ചിട്ട് ഇതായിരുന്നു. had to do with the time he chased her with a butcher knife. അവരെ ഒരു കത്തിയുമായിട്ട് അവരെ തുരത്തിയ ഒരു കാര്യം അതായിരുന്നു പറയുന്നത്. എൽഗി ആൻഡ് ജോൺ ആർ, who joined AA in April 1939. എൽജി ആൻഡ് ജോൺ ആർ, ഇവർ രണ്ടുപേരും 1939 വന്നത്. Recalled hearing Annie's account of that interrupted lunch, tuna fish, sandwiches and coffee at the Smiths. ഇവരുടെ ഒരു ഉച്ചഭക്ഷണത്തെ കുറിച്ച് ഓർക്കുക. Out of a clear blue sky, Eddie jumped up, grabbed a butcher knife and chased Annie upstairs. പെട്ടെന്ന് എഡി ചാടി വന്ന് ഒരു കത്തിയെടുത്ത്, ഒരു വലിയ കത്തിയെടുത്ത്, അതായത് ഈ കശാപ്പുകാരൻ്റെ കത്തിയെടുത്ത് ആനിയെ തുരത്തി മുകളിലേക്ക്, ആ വീടിന്റെ മുകളിലേക്ക് തുരത്തി. ഇൻ ആനീസ് വേർഡ്സ്, ആസ് LG റിമെമ്പേർഡ്. ഇവര് ഓർക്കുന്ന പോലെ തന്നെയാണ് ആനിയുടെ പറയുന്നത്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ഐ ഗോട്ട് ഡൗൺ on my knees and started praying.
വേറെ ഒരു ഗത്യന്തരവും ഇല്ലാതെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Eddie was gibbering about what he was going to do with that knife. And I just prayed and prayed. ഈ കത്തിയും കൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു. I started with the Lord's Prayer. Then I kept thinking of different verses. പ്രാർത്ഥന ഓർത്തു, അതിൻ്റെ പല വേഴ്സുകളും ഞാൻ ഓർത്തു. I kept my voice low. എൻ്റെ ശബ്ദം വളരെ ചുരുക്കി, പിന്നെ മോണോട്ടോൺ, ചെറിയ ശബ്ദമായി. I figured sooner or later it was going to bore him. പിന്നീട് എനിക്ക് മനസ്സിലായി അത് അദ്ദേഹത്തെ ബോറടിപ്പിക്കും എന്നുള്ളത്. Finally, he started to calm down. പതിയെ പതിയെ അദ്ദേഹം ശാന്തനായി. And Bill came up and got the knife. പിന്നീട് ബില്ല് മുകളിലേക്ക് വന്നു, ആ കത്തി വാങ്ങി. To this day, we can't figure out what happened, except Bob says he must have been allergic to tuna fish. ഇന്ന് വരെ ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല എന്താണ് പറ്റിയതെന്ന്. പക്ഷെ ബോബ് പറയുന്നത് ആ മീന് കഴിച്ചില്ല, എന്തോ ഒരു അലർജിയാണ്. After that, they thought maybe Eddie wasn't the right one to work on, said Elgi. പിന്നീട് അവർക്ക് തോന്നി ഇദ്ദേഹത്തിന്റെ മേലെ, ഈ എഡിയുടെ മേലെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്ന്. But years later, we went to Youngstown in the car, out to the country club where they were holding a big AA meeting. And the first thing doctor said was, "Holy Moses, there was Eddie." പ്രയോജനമില്ല എന്ന് വിചാരിച്ച ആ ഒരു അവസ്ഥ കഴിഞ്ഞ ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷം യങ്സ്റ്റൗണിൽ കാറിൽ പോയപ്പോ ഒരു കൺട്രി ക്ലബില് ഒരു AA മീറ്റിംഗ്, അവിടെ പോയപ്പോ കണ്ടത് ഹോളി മോസസ്, അതായത് ദൈവത്തെ വിളിച്ചു. അവിടെ എഡി ഉണ്ടായിരുന്നു. എഡി reappeared at Dr. Bob's funeral in 1950. അതിനുശേഷം ഡോക്ടർ ബോബിന്റെ മരണാനന്തര ചടങ്ങുകളിലാണ് എഡി പിന്നീട് വന്നത്. When Smithy said he came up and asked if I remembered him. അപ്പോഴാണ് സ്മിത്തിയോട് എഡി ചോദിച്ചത്, എന്നെ ഓർക്കുന്നുണ്ടോ? He said he had been dry. അപ്പോ ആ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു അദ്ദേഹം മദ്യം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം. I believe a year at the time and was over in Youngstown, Ohio group. അത് ഒരു വർഷം കഴിഞ്ഞ ശേഷം ഒഹായോ ഗ്രൂപ്പിൽ. When Eddie had 7 years sobriety, Bill heard from him. എഡിയുടെ 7 വർഷം സുബോധാവസ്ഥ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു. നെൽ വിങ്, who was Bill's secretary and then became archivist at the AA General Service Office, remembers meeting Eddie and wondering how this serene, mild-mannered man could possibly have caused all that trouble. പിന്നീട് 7 വർഷം എഡിയുടെ സോബ്രൈറ്റിയിൽ നെൽ വിങ്, ബില്ലിന്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം, ജനറൽ സർവീസ് ഓഫീസിൽ ഉണ്ടായിരുന്ന ആള്, അദ്ദേഹം ഓർക്കാണ് എങ്ങനെയാണ് ഇതുപോലൊരാള് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. It is an indication of their zeal that while trying to deal with Eddie, Dr. Bob and Bill also decided to look for another alcoholic to work on at the same time. ഇതൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സൂചനയായിരുന്നു. ഈ എഡിയുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ബോബും ബില്ലും വേറൊരു ആൽക്കഹോളിക്കിനെ കാണാനും അദ്ദേഹമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. But where can we find any alcoholics? Bill remembered asking. എന്നിരുന്നാലും നമുക്ക് എവിടെയാണ് മദ്യാസക്തരെ കിട്ടുക എന്ന് ബില്ല് ഓർക്കുന്നു. They always have a batch down at the Akron City Hospital, Bob said.
അക്രോൺ സിറ്റി ഹോസ്പിറ്റലിൽ എപ്പോഴും ഒരു ബാച്ച് ഉണ്ടാവും. ഐ വിൽ കോൾ ദം അപ്പ് ആൻഡ് സീ വാട്ട് ദേ ഹാവ് ഗോട്ട്. അവരെ വിളിച്ചിട്ട് അവർക്ക് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ബോബ് പറഞ്ഞു. He called Mrs. Hall, the admissions nurse, who was a friend of his. അവിടുത്തെ ഹോസ്പിറ്റലിലെ നഴ്സിനെ വിളിച്ച് അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. Explained that he and a man from New York had cure for alcoholism. ഡോക്ടർ ബോബനും ന്യൂയോർക്കിൽ നിന്നൊരാളുടെ ബില്ല്, മദ്യാസക്തിക്ക് ഒരു മോചനം അവരുടെ കയ്യിലുണ്ട്. നീഡഡ് എ പ്രോസ്പെക്ട് ടു ട്രൈ ഇറ്റ് ഔട്ട് ഓൺ. അപ്പൊ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരാളെ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കിവിടെ നിർത്താം. ഓക്കെ, പേജ് 82. താങ്ക് യു. Okay, thank you, sir. Thank you.